ഹായ് ഫ്രണ്ട്സ്, ബ്ലൂ വാലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കയറാൻ പോകുന്നത് മരുത്തോമലയിലാണ്. അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ധാരാളം മുനിയറകളുണ്ട്. അതിൽ ഒരു മുനിയറകൾ കാണിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് മുനിയറ. ഒരു മുനിയറ പണ്ട് മുനിമാർ തപസ് ചെയ്ത സ്ഥലം. അവരുടെ ശവക്കല്ലറയല്ല, അവർ താമസിച്ച സ്ഥലമാണ്. യഥാർത്ഥത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് താഴെ നിന്നാണ്. നമ്മൾ ഇൻട്രോ എടുത്തത് ഇവിടെ നിന്നാണ് മാത്രം. ഇവിടെ കുറേ പടിക്കെട്ടുകളുണ്ട്, വെളുത്ത പെയിൻ്റ് അടിച്ചത്. അത് ഇവിടെ പെയിൻ്റ് അടിക്കാൻ കാരണം തന്നെ ശിവഗിരി തീർത്ഥാടനമാകുമ്പോൾ ഇവിടെ ഈ പെയിൻ്റ് എല്ലാ വർഷവും ഇവിടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കും. കാരണം ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത ഒരു സ്ഥലവും കൂടിയാണിത്. ഇതിൻ്റെ മുകളിലാണ് അങ്ങനെ ഒരു സ്ഥലം. അത് മുകളിൽ ചെന്ന് ബാക്കി കാര്യം സംസാരിക്കാം. അങ്ങനെ നമ്മൾ കയറി ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ വരുന്നവർ ഒരു കാരണവശാലും വേഗമൊന്നും എടുത്തുകൊണ്ട് വരാതിരിക്കുക. കണ്ടില്ലേ എൻ്റെ വേഗം ഉണ്ട്. ഇതിൻ്റെ ഭാരം കൂടെ ചുമക്കേണ്ടി വരും. നല്ല കയറ്റമാണ്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് വേഗമൊന്നും കൊണ്ടുവരാതെ ബസ്സിലോ വരുന്ന വണ്ടിയിൽ വെച്ചിട്ട് വരിക. പിന്നെ മുകളിൽ ആയില്ല, എന്നാലും ഇടയ്ക്ക് വെച്ചൊരു ക്ഷേത്രം ഉണ്ട്. ഇവിടെ ക്ഷേത്രം അടച്ചിട്ടൊക്കെയാണ്. ഒരു കൊടിയും ഹനുമാൻ മല കൊണ്ടുവരുന്ന ഒരു കൊടിയും ഒക്കെ ഉണ്ട്. നല്ല കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റാണ്. ഇവിടെ നിന്ന് തമിഴ്നാടിൻ്റെ അല്ല കന്യാകുമാരിയുടെ ഒരു വിദൂര ദൃശ്യമാണ്. ആ ഭാഗമല്ല, കന്യാകുമാരിയുടെ സ്ഥലങ്ങളാണ് ഇത്. ഏതോ കായലോ അങ്ങനത്തെ താഴെ ഒരു ടെമ്പിൾ കാണാം, കുറച്ച് കുളങ്ങൾ കാണാം. നല്ല സൂപ്പർ കാഴ്ച തന്നെ. മഴ സമയത്ത് വരണം. കാറ്റാണ് പറഞ്ഞത് കിട്ടിയെന്നറിയില്ല. മഴ സമയത്ത് തന്നെ ഇവിടെ വരണം. നല്ല സൂപ്പർ ഒരു അത്യാവശ്യം തന്നെയായിരിക്കും. നമുക്ക് നഷ്ടമില്ലാതെ. ഇതാണ് ഈ മല. ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, പണ്ട് രാമരാവണ യുദ്ധത്തിനിടയിൽ ലക്ഷ്മണൻ മേഘനാഥന്റെ അസ്ത്രമേറ്റ് ബോധരഹിതനാവുകയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന മലയുടെ ഒരു ഭാഗമാണ് ഈ മരുത്തോമല. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ മല കൊണ്ടുവന്നിട്ട് പ്രധാന ഭാഗം നമ്മൾ കേരളത്തിലും വയ്ക്കും. അതായത് അതാണ് അഗസ്ത്യാർകൂടം. അതിന്ന് ഇടിഞ്ഞു വീഴുന്ന മലയാണ് ഈ മരുത്തോമല. നടന്ന് കയറുകയാണ്. താഴെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടെങ്കിലും മുകളിലോട്ടൊന്നും സ്റ്റെപ്പില്ല. പാറകൾ മാത്രമാണ്, കരിങ്കല്ല് മാത്രമാണ് പാകിയിരിക്കുന്നത്. ഇവിടെ കുറേ ആരോമാർ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തുകൊണ്ട് ക്ഷേത്രം. ഞാൻ അങ്ങോട്ട് പോയിട്ട് കേട്ടോ. എൻ്റെ മോൻ തളർന്ന്, അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ഒന്നും മിസ്സാക്കരുതല്ലോ, ഒരു യാത്ര ചെയ്തിട്ട് ഒന്നും മിസ്സാക്കരുത്. അങ്ങനെ മിസ്സാക്കാൻ പറ്റില്ല. എപ്പോഴും വരുന്ന സ്ഥലമല്ല, എപ്പോഴും വന്നെത്തിയെന്നും വരില്ല. പക്ഷേ തീർച്ചയായിട്ടും മഴ സമയത്തോടെ വരണം. ഞാൻ പറയുമ്പോഴൊക്കെ കിതയ്ക്കുന്നുണ്ട്. കാരണം ആ മല കയറിൻ്റെ ആ കിതപ്പാണ്. കിതച്ചു പോകും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരുപാട് മുനിമാർ തപസ് ചെയ്ത കുറേ അറകളുണ്ട്, മുനിയറകൾ. മൂന്നാറിൽ ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. അത് മുനിയറകളും ഉണ്ട്, അവരുടെ ശവക്കല്ലറകളും ഉണ്ട്. ഇവിടെ ഏതാണെന്ന് അറിയാൻ വയ്യ. കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടൊക്കെയാണ്. ഇവിടെയും ഒക്കെ അടച്ചിട്ടിട്ടുണ്ട്. കുറേ ആരോമാർക്കുണ്ട്. ക്യാമറ കിട്ടുമെന്നറിയില്ല. ആ വെളുത്ത പെയിൻ്റ് അടിച്ച് അതൊരു മുനിയറയാണ്. അങ്ങോട്ട് കടത്തി വിടുന്നില്ല, അടച്ചൊക്കെയാണ്. ഇങ്ങോട്ട് എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് പോകണില്ല. എൻ്റെ മോൻ താഴെ ഒറ്റയ്ക്കുള്ളത്, അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. ഇവിടെ ശരിക്ക് ഔഷധങ്ങളുണ്ട്. ഇത് കരുന്നൊച്ചിയാണ്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കരുന്നൊച്ചിയുടെ ഔഷധം, വേപ്പ്, ഇതൊക്കെ കൊണ്ട് നട്ടതായിരിക്കാം.
ഇവിടുത്തെ ദിവത്ത് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ ഇവിടെ തപസ്സിന് വന്നായിരുന്നു. ഒരിക്കലല്ല, കുറേ നാൾ ഇവിടെ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന അന്ന് മുതൽ ഗുരുവിൻ്റെ ഭക്തർ ഇവിടെ വന്ന് തൊഴാറുണ്ട്. മുകളിലൊരു കേവ് ഒക്കെ ഉണ്ട്. അതും കൂടെ കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. അങ്ങനെ നമ്മൾ കയറി ഒരു പടുതിയായി. നല്ല വെയിലും കാറ്റും ചൂടും ശരിക്കും ക്ഷീണിച്ച് ഊപ്പാട് വന്നിരിക്കുകയാണ്. ഏതാണ്ടൊക്കെ എത്താറായിപ്പോയി. ഇവിടെ ഇത്തിരി നിരപ്പായ സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. വീഡിയോ എടുപ്പൊക്കെ നിർത്തി വെച്ച് തളർന്നുപോയി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല സ്ഥലങ്ങൾ തന്നെയാണ്. മഴ സമയത്താണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നായിരിക്കും. എല്ലായിടത്തും ഇതുപോലെ ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് സർക്കാർ അങ്ങനെ ചെയ്തത് വലിയ ഉപകാരം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പുല്ലുമേട് വഴി, സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴി മലയ്ക്ക് വന്നതാണ്. അവിടെ ഇവിടെ ആയിട്ട് ഒരു ആരോ മാർക്ക് കാണും. അത് കണ്ടെത്തിയില്ലെങ്കിൽ കാട്ടിനുള്ളിലിട്ട് പോവുകയും ചെയ്യും. പല പ്രാവശ്യം മലയ്ക്ക് പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ 10 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ആരോ മാർക്കുണ്ട്. അത് നല്ല പെയിൻ്റൊക്കെ അടിച്ചേക്കുകയാണ്. ഇനാമൽ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോവുകയില്ല. എന്തൊക്കെ ആയാലും അവിടുത്തെ സർക്കാരിന് പുകഴ്ത്താതെ ഒരു രക്ഷയില്ല. ഇവിടെ ചെമ്പകപ്പാറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1724. എന്താണെന്ന് അറിഞ്ഞൂടാ. താഴ്ന്ന് കയറി വന്നപ്പോൾ ഒരു പേടിയും തോന്നിയില്ല. പക്ഷേ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. ഒരു വനം പോലെ. ഈ മുട്ടക്കുന്നിൻ്റെ മുകളിൽ ഇങ്ങനൊരു സ്ഥലം പ്രതീക്ഷിച്ചില്ല. സംസാരിക്കാനൊന്നും വയ്യ, തളർന്നുപോയി. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു ഈ മരുത്തോമല ഒന്ന് കയറുകയെന്ന്. പല പ്രാവശ്യം ബസ്സിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ വഴി അറിയാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തായാലും വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എന്തോ മരം, ആൽമരമാണെന്ന് തോന്നുന്നു. പാറ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാം. പിന്നെ കുറേ മരങ്ങൾ വെട്ടി മുറിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നും അറിയാൻ വയ്യ. മരങ്ങളൊന്നും വെട്ടി മുറിച്ചിടണ്ടായിരുന്നു. പിള്ളത്തടം കേവ് കയറ്റി നോക്കാം. എൻ്റെ മോൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറയായിരുന്നു കുഴിയാണ്, വലിയ ആഴമാണ് അങ്ങോട്ട്. എന്തായാലും ഈ ഒരു കേവ് എന്ന് നോക്കാം. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതൊരു സന്തോഷം തന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും ഇതിനകത്ത് കയറിയപ്പോൾ തണുപ്പുണ്ട്, കാറ്റുമുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ കേവിനകത്ത് ഇവിടെ നിരങ്ങിയൊക്കെ വന്നിരുന്ന് പിന്നെ ഈ പാറയുടെ ഒരറ്റ അങ്ങനെ കാണാം. ഒരറ്റ താഴെ കൂടെ ബസ്സും വണ്ടിയൊക്കെ പോകണതാണ്. അതുവഴി പോകുന്നുണ്ടോ? അതുവഴി കയറത്തില്ലല്ലേ? എന്താണ് ഏതാണെന്ന് അറിയിച്ചിട്ട് കഴിയത്തില്ല. എല്ലാവരും കയറുന്നതുകൊണ്ട് നമ്മളും കയറുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് പാട് തന്നെ. താഴെ ഭയങ്കരമായ ആഴമാണ് കേട്ടോ. ഒന്നും പറയാൻ പറ്റത്തില്ല. ക്യാമറ മാത്രം അങ്ങോട്ട് കാണിക്കാം. എനിക്ക് കാണാൻ വയ്യ, ക്യാമറയ്ക്ക് എന്തായാലും കാണാം ഈ ആഴം. അങ്ങോട്ട് പോണില്ല, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തിരിച്ചിറങ്ങിയാണ്. എന്തായാലും ഈ കേവ് കൊള്ളാം. ഇവിടെയുണ്ട് ഒരു മുനിയറ. ഇവിടെ ഇത്തിരി വിശാലമായ സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഇവിടെ ഈ മുനിയറ ഗുരുദേവൻ്റെ പടം വെച്ചിട്ടുണ്ട്. വിളക്കുണ്ട്.
ആ ദീപം എന്ന് അണയാതിരിക്കട്ടെ. മറ്റൊരു മുനിയറ കൂടി കാണിക്കാം. ഇതുവരെ ഒരു മുനിയറയാണ്. മറ്റൊരു മുനിയറ കൂടിയുണ്ട്. ഇതും ഒരു മുനിയറ. പ്രത്യേകിച്ച് പേരൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ട്, മാഞ്ഞു പോയതാണ്. ഇവിടെ ഒരു ഗണപതിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അവ്യക്തമായിട്ടേ അറിയത്തുള്ളൂ. ഇതിൻ്റെ മറ്റൊരു സ്ഥലം. താഴെ ഭയങ്കര ആഴമാണ് കേട്ടോ. വഴുവഴുക്കലാണ്. വീണ ഒരു രക്ഷയും കിട്ടൂല. അങ്ങ് തെന്നി അങ്ങ് താഴെ എവിടെയോ ഭാഗത്ത് പോയി വീഴും. നമ്മൾ കിടന്ന് തിരികെയാണ് പോകേണ്ടത്. എന്തായാലും പണ്ട് ജീവിച്ചിരുന്നവർ തപസ്സിനും ഏകാഗ്രതയ്ക്കും വേണ്ടി ചിലവിട്ട സ്ഥലങ്ങൾ കൊള്ളാം. ഇനി പോകുന്നതാണ് കഷ്ടം. ഒരുപാട് പേര് ഉണ്ട്. സൂക്ഷിച്ച് ഒരാൾ വീഴാൻ പോയി. ടാസ്ക്കാണ് കേട്ടോ കയറാൻ. നീ കയറാ ആദ്യം. ഇതിലൂടെ കയറി പോ. ഞാൻ ആദ്യം കയറിയിട്ട് എൻ്റെ മോനെ പിടിച്ച് കയറ്റാം. ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിടിക്കണോ? വേണ്ട, വീഴാൻ കയറിവാ. ഇതാണ് ഈ പാറയുടെ ഉച്ചി. എന്തൊക്കെ ഔഷധങ്ങൾ ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇവിടെ എന്താ പോലെ കാലൊക്കെ വിറയ്ക്കുന്നു. അത്രയ്ക്ക് കാല് വിറയ്ക്കാൻ കാരണം അത്രയ്ക്ക് ആഴമാണ് കേട്ടോ താഴോട്ട്. ഇതൊരു മറ്റൊരു വഴിയാണ് കേട്ടോ ഇത്. എന്തായാലും ഒരു വഴി താഴോട്ട് തെളിഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ നോക്കട്ടെ എന്താണ്. ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ കിടപ്പുണ്ട്. കയറി വരുന്നവർ ഇതൊന്നും ഉപേക്ഷിക്കാതിരിക്കുക. ഇതൊക്കെ ഉപേക്ഷിക്കുന്നതിന് മറ്റൊരു കാരണം തിരികെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അവരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അത്ര കഠിനമാണ് ഇവിടെ കയറി വരുന്നത്. അപ്പോഴപ്പിന്നെ അങ്ങനെ ഇത് തിരികെ കൊണ്ടുപോകും. ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. എന്തായാലും ഞാൻ അള്ളിപ്പിടിച്ച് മറ്റൊരു വശത്തെത്തി. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ എന്ത് ആഴമാണ്. ആഴമെന്ന് പറയാൻ എങ്ങനെ പറഞ്ഞറിയിക്കും. അത്രയ്ക്കും ആഴം. ചമക്കൽ മേട നിൽക്കുമ്പോൾ ഉള്ള അതേ ഒരു ഭീതി തന്നെയാണ്. അതുപോലെ കാറ്റ് അങ്ങോട്ടൊന്ന് ആഞ്ഞ് വീശിയാൽ ഞാനങ്ങ് തെറിച്ചു പോകും. അതുകൊണ്ട് ഞാനും തിരികെ പോകുന്നു. എന്തായാലും ഇവിടെ കയറി തീർന്ന് മോളൊരു ക്ഷേത്രം കൂടിയുണ്ട്. ഒരു ഹനുമാൻ്റെ ക്ഷേത്രം. എന്തുകൊണ്ടും ഹനുമാൻ്റെ ക്ഷേത്രം തന്നെയാണല്ലോ വയ്ക്കേണ്ടത്. കാരണം ഹനുമാനല്ലോ ഈ മല ഇവിടെ കൊണ്ട് വെച്ചത്. അല്ലെങ്കിലും ഹനുമാൻ്റെ കയ്യിൽ നിന്നാണല്ലോ ഈ മല വീണത്. മരുന്ന് വാഴും മല. താഴെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ പ്രാദേശികവാസികൾ പറഞ്ഞതാണ്. മരുത്തോ മലയെന്ന് നമ്മൾ പറയുമെങ്കിലും അവർ പറയുന്നത് മരുന്ന് മലയെന്നും പറയും, മരുന്ന് വാഴും മലയെന്നും പറയും. എന്തായാലും കയറി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തളർന്ന് ക്ഷീണിച്ചല്ലേ? എൻ്റെ മോന് ക്ഷീണമൊന്നുമില്ല. എന്നെ കണക്ക് തന്നെ ആയിക്കോട്ടെ.
ശ്രീകോവിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെളിയിൽ നിന്ന് മാത്രമേ നമ്മളെ വീഡിയോ എടുക്കുകയുള്ളൂ. എന്താണെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു വിനായക പ്രതിമ, ഇവിടെ ഒരു വിനായക പ്രതിമ മാത്രമേ ഉള്ളൂ. ഞാൻ പ്രതിമ എടുക്കുന്നില്ല. വിനായക പ്രതിമ അല്ല കേട്ടോ, ശരിക്കും ഹനുമാൻ്റെ പ്രതിമ തന്നെയാണ്. ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാണ്. ഈ കാണുന്ന നാഗർകോവിൽ ടൗണാണ് ഈ കാണുന്ന. എന്ത് ഭംഗിയല്ലേ അങ്ങ് വശത്ത് കാറ്റാടിപ്പാടങ്ങളും മറ്റൊരു മലയും. അടിപൊളി തന്നെയാണ്. അങ്ങനെ ബ്ലൂ വാലിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബ്ലൂ വാലി പുതിയൊരു വീഡിയോ മാറ്റി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.